രാമകൃഷ്ണലീലകളാൽ സമ്മോഹനമാണ് കുംഭത്തിൽ കൊടിയേറുന്ന തളിപ്പറമ്പ തൃച്ചംബരം ക്ഷേത്രോത്സവം. രാമകൃഷ്ണന്മാരുടെ സാഹോദര്യ ബന്ധത്തിന്റെ ദൃഢതയും പവിത്രതയും കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് ഉത്സവാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെയും. ഉത്സവത്തിന്റെ ഭാഗമായി പൂക്കോത്ത് നടയിൽ നടന്ന തിടമ്പ് നൃത്തം കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ആദ്യ ദിനം തന്നെ എത്തിച്ചേർന്നത്. പതിനാല് നാളുകൾ നീളുന്ന ആഘോഷത്തിമിർപ്പ്, ഉറക്കമില്ലാത്ത രാത്രികൾ, അമ്പാടിയിലെ ബാലലീലകളെ അനുസ്മരിപ്പിക്കുന്നതാണ് തൃച്ചംബരത്തെ ഓരോ ഉത്സവ കാഴ്ചയും. തൃച്ചംബരത്ത് കൊടിയേറിയതറിഞ്ഞ് 7 കിലോമീറ്റർ അപ്പുറമുള്ള മഴൂരിൽ നിന്ന് ഓടിയെത്തുന്ന ജ്യേഷ്ഠൻ ബലഭദ്രൻ, ജ്യേഷ്ഠനുമൊത്തുള്ള കുസൃതി കളികളിൽ ഏർപ്പെടുന്ന കള്ളകൃഷ്ണൻ, ഓട്ടവും ചാട്ടവും നിറഞ്ഞ കുട്ടിക്കളികൾ, ഗോവിന്ദം വിളികളുമായി കൂടെ ഓടിത്തിമിർക്കുന്ന പുരുഷാരങ്ങൾ, ഭക്തജന ലക്ഷങ്ങളെ ഒന്നാകെ ആകർഷിക്കുന്ന ഒന്നാണ് കൂട്ടായ്മയുടെ മഹിമ വിളിച്ചോതുന്ന തളിപ്പറമ്പുകാരുടെ രാമകൃഷ്ണ ലീലകളുടെ തൃച്ചംബരം ഉത്സവം. ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന കൊടിയേറ്റത്തോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. ഉത്സവം കൊടിയേറിയാൽ മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ അറിയിക്കണമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ചെന്ന് മണിയടിച്ചാണ് ഉത്സവ വിവരം അറിയിക്കുന്നത്. അന്നേ ദിവസം തന്നെ രാത്രി 1 മണിയോടെ മഴൂരിൽ നിന്ന് ബലരാമ വിഗ്രഹം എഴുന്നള്ളിച്ച് തൃച്ചംബരത്തേക്ക് കൊണ്ടുവരും. പിന്നെ ആഘോഷങ്ങൾ പൂക്കോത്ത് നടയിലാണ്. ജ്യേഷ്ഠാനുജന്മാരായ മഴൂരപ്പൻ ബലഭദ്രനും തൃച്ചംബരത്തപ്പൻ ശ്രീകൃഷ്ണനും പൂക്കോത്ത് നടയിൽ തിടമ്പേന്തി ആനന്ദ നൃത്തമാടുന്നതാണ് തൃച്ചംബരം ഉത്സവത്തിലെ പ്രധാന ചടങ്ങ്. പൂക്കോത്തില്ലത്തെ പരമഭക്തനായ ഒരു ബ്രാഹ്മണന് പ്രായാധിക്യം കാരണം നിത്യേനയുള്ള ഭഗവത് ദർശനം മുടങ്ങി. ഇതിൽ വിഷമിച്ച ബ്രാഹ്മണൻ ഭഗവാൻ കൃഷ്ണന്റെ ബാലലീലകൾ കാണുവാൻ ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിച്ചു.
പതിവ് പോലെ കുഞ്ഞരയാൽത്തറയിൽ എഴുന്നള്ളത്തിന് ശേഷം ക്ഷേത്രനടയിലേക്ക് മടങ്ങാനിരുന്ന ഭഗവാൻ ഈ പ്രാർത്ഥന കേട്ടു. തുടർന്ന് ജ്യേഷ്ഠനായ ബലരാമനൊപ്പം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൂക്കോത്ത് നടയിലേക്ക് ഓടിയ കൃഷ്ണൻ തൻ്റെ ഭക്തന് ദർശനം നൽകാനായി ബാലലീലകൾ ആടിയെന്നാണ് ഉത്സവത്തിൻ്റെ ഐതിഹ്യം. രാമകൃഷ്ണന്മാരുടെ ബലിബിംബങ്ങൾ ശിരസിലേന്തി നൃത്തം ചെയ്യുന്നവർക്ക് മുന്നിലായി ഇരുഭാഗത്തും കോൽപന്തങ്ങളും വാദ്യഘോഷക്കാരുമുണ്ടാകും. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ മന്ദഗതിയിലും ദ്രുതഗതിയിലും മാറിവരുന്ന താളത്തിനൊത്ത് നർത്തകരുടെ പാദങ്ങളും ചലിക്കുന്നു. പൂക്കോത്ത് നടയ്ക്ക് അന്നേരം പന്തങ്ങളുടെ പൊൻവെളിച്ചമാണ്, വെന്ത വെളിച്ചെണ്ണയുടെ സുഗന്ധമാണ്, ഗോവിന്ദം വിളിയുടെ ശബ്ദമാണ്. ജ്യേഷ്ഠാനുജന്മാരായ ബലഭദ്രനും ശ്രീകൃഷ്ണനും പുലർച്ചെ പൂക്കോത്ത് നടയിൽ ആനന്ദ നൃത്തമാടുന്നത് ദർശിക്കുവാനും കൂടെയോടാനും ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത്. മീനമാറിന് കൂടിപ്പിരിയൽ ചടങ്ങോടെ ഉത്സവം അവസാനിക്കുകയും ചെയ്യും.